നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 500th day. Today 100th sloka of 6th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 500ാമത്തെ ദിവസം. ഇന്ന് 6ാമത്തെ അധ്യായത്തിലെ 100ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. ഓം കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വ്രജ. ഓം ശ്രീകൃഷ്ണായ നമഃ. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ കൃതാസുതം. ഓം ശ്രീ പരമാനന്ദനാഥനായ അദ്വൈത ദീപമായി മോക്ഷേച്ചു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 6ാമത്തെ അധ്യായത്തിലെ 100ാമത്തെ ശ്ലോകം. ഇത്യേതത്തേ സമാഖ്യാതം യത്പൃഷ്ടോഹം ത്വയാനഘ കലോ ഭാഗവതി വാർത്താ ഭവരോഗവിനാശിനി. ഓം തത്സത്. ഇത്യേതത്തേ സമാഖ്യാതം യത്പൃഷ്ടോഹം ത്വയാനഘ കലോ ഭാഗവതി വാർത്താ ഭവരോഗവിനാശിനി. ഓം തത്സത്. അല്ലയോ അനഘനായിട്ടുള്ള, അനഘൻ എന്ന് പറഞ്ഞാൽ പാപമില്ലാത്ത പരിശുദ്ധനായിട്ടുള്ള ശൗനകരെ, നിങ്ങൾ പറഞ്ഞതിന് ഞാനിതാ ഇപ്രകാരം മറുപടി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കലിയുഗത്തിൽ ഭഗവത് കഥാപ്രസംഗം സംസാരമോഹത്തെയും സംസാര രോഗത്തെയും നശിപ്പിക്കുന്ന സിദ്ധ ഔഷധമാകുന്നു. ഈ കലികാലത്തുണ്ടാകുന്ന എല്ലാ ദോഷങ്ങളും പോകുവാൻ വേണ്ടിയിട്ട് ശ്രീമദ് ഭഗവാന്റെ ആ കഥാശ്രവണം മാത്രമാണ് മുഖ്യം. അതിൽ ഈ ശ്രീമദ് മഹാഭാഗവത കഥയാണ് ഏറ്റവും സിദ്ധൌഷധമായിട്ടുള്ളത് എന്ന് ഞാനിതാ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. ശൗനകാദികൾ കലിദോഷത്ത് അകറ്റുവാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഈ കലികാലത്ത് അവർ കലിദോഷം അകറ്റുവാൻ വേണ്ടി നൈമിശാരണ്യത്തിൽ സത്രം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടെ ശൗനകൻ വരികയും ശൗനകനോട് ഈ കലികാലത്തെ ദോഷത്തെ നീക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്, എന്തു ചെയ്താലാണ് കലിദോഷം നമ്മെ ബാധിക്കാതിരിക്കുക എന്ന് ചോദിച്ചപ്പോൾ ശൗനകൻ പറയുന്ന മറുപടിയായിരുന്നു നാം ഈ 6 ശ്ലോകങ്ങളിലായിട്ടും കേട്ടത്. ആ ഭാഗവതം ആണ് മഹത്വരമായിട്ടുള്ളത്. ഭാഗവതം ആർക്ക് ഉപദേശിച്ചു കൊടുത്തു, ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം എന്തൊക്കെയാണ്, എങ്ങനെയാണ് ദുന്ദുകാരിക്കൊക്കെ മോക്ഷം കിട്ടിയത് എല്ലാം പറഞ്ഞ് എങ്ങനെയാണ് സപ്താഹം നടത്തേണ്ടത് എന്നും കൂടി പറഞ്ഞതിന് ശേഷം അവിടെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടതും ബ്രഹ്മർഷി പ്രത്യക്ഷപ്പെട്ടതും അവരൊക്കെ അനുഗ്രഹിച്ചതും എല്ലാം പറഞ്ഞതിന് ശേഷം ഇതാ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഈ കലികാലത്ത് കലിദോഷം അകറ്റുവാനായിട്ട് ശ്രീമദ് മഹാഭാഗവതത്തെ പോലെ മഹത്തരമായിട്ടുള്ള വേറെ ഒന്നുമില്ല. കലിദോഷവും കലിരോഗവും കലികാലത്തുള്ള ഈ ഭവ എന്ന് പറഞ്ഞാൽ ഭവരോഗ വിനാശിനി, ഭവം എന്ന് പറഞ്ഞാൽ ഈ ലോകം, ഈ ലോകത്തുള്ള എല്ലാ രോഗം എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള വിഷമങ്ങളെയും രോഗം എന്ന് പറയും, മോഹങ്ങളെയും എല്ലാം രോഗം എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഈ കലികാലത്തുള്ള ഭവരോഗ വിനാശിനി കലവും ഭാഗവതീ വാർത്ത എന്ന് പറഞ്ഞാൽ പ്രസംഗം അല്ലെങ്കിൽ ഭാഗവതരെ പറ്റിയുള്ള സംസാരം അല്ലെങ്കിൽ നടത്തുന്നത്. ഈ ഭാഗവതം ആകുന്ന ഈ ദേവിയെ ഭജിച്ചാൽ, ഭാഗവതം ആകുന്ന ഈ ഭഗവതിയെ ഭജിച്ചാൽ, ആ കഥാപ്രസംഗം കേട്ടാൽ, ആ കഥ പറയുന്നത് കേട്ടാൽ എല്ലാവിധത്തിലുള്ള കലിദോഷവും അകന്നുപോകും, സംശയിക്കേണ്ട എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് ഈ ശ്ലോകം ഒരിക്കൽ കൂടി. ഇത്യേതത്തേ സമാഖ്യാതം യത്പൃഷ്ടോഹം ത്വയാനഘ കലോ ഭാഗവതീ വാർത്താ ഭവരോഗവിനാശിനി. ഓം തത്സത്.
സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.